പുതുതലമുറയ്ക്ക് അറിവും വിജ്ഞാനവും തുറന്നു കൊടുക്കുകയാണ് വാഗ്ഭടാനന്ദ ഗുരുദേവ സ്മാരക വായനശാല. പാട്യം പത്തായക്കുന്നിൽ 90 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച വായനശാലയിൽ 20,000-ഓളം പുസ്തകങ്ങളാണുള്ളത്. കാണാം പുസ്തക കാഴ്ചയിലേക്ക്. പുസ്തകങ്ങളുടെ നീണ്ട നിരകളുമായി തലമുറകളുടെ ചിന്തകളെ സമ്പന്നമാക്കുന്ന ഈ വായനശാല ഇന്ന് ഒരു സാധാരണ ലൈബ്രറിയെ അതിജീവിച്ച് പ്രദേശത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 2000-ലധികം പുസ്തകങ്ങളാണ് ഇവിടെ വായനക്കാരെ കാത്തിരിക്കുന്നത്. നിരവധി ഷെൽഫുകളിലായി ക്രമീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ വാഗ്ഭടാനന്ദ ഗുരു എഴുതിയ പ്രസംഗങ്ങൾ, ദർശനങ്ങൾ, സാഹിത്യകൃതികൾ, കത്തുകൾ എന്നിവയ്ക്കൊപ്പം പ്രമുഖ എഴുത്തുകാരുടെ കഥകളും ലേഖനങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും നിറഞ്ഞിരിക്കുന്നു. റഫറൻസ് പുസ്തകങ്ങൾ, പഴയകാല കഥകൾ, സംഗീത, സാഹിത്യം, സ്ത്രീപഠനം, വ്യക്തിത്വ വികസനം, തത്വശാസ്ത്രം, വിജ്ഞാനകോശങ്ങൾ, നാടകങ്ങൾ, ഫിക്ഷൻ, ഗാന്ധി ദർശനം, കൃഷിശാസ്ത്രം തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങളിലുള്ള ഗ്രന്ഥശേഖരമാണ് വായനശാലയുടെ പ്രത്യേകത. സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഉന്നത പഠനം നടത്തുന്ന ഗവേഷക വിദ്യാർത്ഥികൾ വരെ അറിവ് തേടി ഇവിടെ എത്താറുണ്ട്. പരീക്ഷകൾക്കും പഠനത്തിനുമായി ആവശ്യമായ പുസ്തകങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്രയ കേന്ദ്രമായും വായനശാല മാറിയിട്ടുണ്ട്. പുസ്തകങ്ങളിൽ മുഴുകി വായിക്കുന്ന കുട്ടികളുടെ കാഴ്ച ഇവിടെ വായനയുടെ സംസ്കാരം ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. കലാ സാംസ്കാരിക രംഗത്ത് വായനശാല ഒരു വലിയ മുതൽക്കൂട്ടാണെന്നും വാഗ്ഭടാനന്ദ ഗുരുവിന്റെ വിയോഗത്തിന് പിന്നാലെ 1 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ സ്മാരകമാണ് ഈ വായനശാലയെന്നും പ്രസിഡന്റ് ഷാജി VP പറഞ്ഞു. നിലവിലിപ്പോ ഈ ഗ്രന്ഥാലയം എന്ന് പറയുന്ന സമയത്ത് ഈ നാടിന്റെ അറിവ് വാഗ്ഭടാനന്ദ ഗുരുദേവയുടെ പ്രഥമ ശിഷ്യന്മാർ തുടങ്ങി വെച്ച ആ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ നാടിന് വിജ്ഞാനം നൽകുന്ന രീതിയിലേക്കും പല സാംസ്കാരിക മേഖലകളിൽ വളർന്നു വരാൻ വേണ്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഏതാണ്ട് 20,000-ന് മേലെയുള്ള സാഹിത്യരംഗത്ത് ബാലസാഹിത്യമായാലും അതുപോലെ തന്നെ കഥകൾ, പുരാണങ്ങൾ, VKK ഗുരുക്കളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ വാഗ്ഭടാനന്ദ ഗുരുദേവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വാഗ്ഭടാനന്ദ ഗുരുദേവയുടെ പ്രഥമ ശിഷ്യനും സാംസ്കാരിക പണ്ഡിതനുമായ VVK ഗുരുക്കളുടെ നേതൃത്വത്തിൽ 1936-ലാണ് ഒരു ചെറിയ കടമുറിയുടെ മുകളിൽ വായനശാലയുടെ തുടക്കം. പിന്നീട് 1939-ൽ വാഗ്ഭടാനന്ദ ഗുരുവിന്റെ നിര്യാണത്തിനു ശേഷം 1940-ൽ AP സഹോദരന്മാരായ AP ചാത്തുക്കുട്ടിയും AP കൃഷ്ണനും ചേർന്ന് 22 സെന്റ് സ്ഥലവും ഒരു കിണറും വായനശാലയ്ക്കായി സംഭാവനയായി നൽകി. അതേ വർഷം തന്നെ ആദ്യഘട്ട കെട്ടിട നിർമ്മാണവും നടന്നു. 1956-ൽ വാഗ്ഭടാനന്ദ കേന്ദ്രം പൂർണ്ണരൂപം പ്രാപിച്ചു. കാലത്തിനൊത്ത് മാറിയും വളർന്നും വന്ന വായനശാലയിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നവീകരണ പ്രവർത്തനങ്ങളും നടന്നു. 15-അംഗ ഭരണസമിതിയും 2 താലൂക്ക് സമിതി അംഗങ്ങളും ചേർന്നാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായനാവേദി, യുവജനവേദി, വനിതാവേദി എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും സ്ഥിരമായി സംഘടിപ്പിക്കാറുണ്ട്. ഓരോ മാസവും വിവിധ മേഖലയിൽ മത്സര പരിപാടികൾ നടത്തി കുട്ടികളുടെയും യുവാക്കളുടെയും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രദേശവാസികൾക്കും സമീപ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വായനശാലയിലെ കിണറും ശൗചാലയ സൗകര്യവും ഏറെ പ്രയോജനകരമാണ്. വീടുകളിലെത്തി പുസ്തകങ്ങൾ നൽകുന്ന വനിതാ ലൈബ്രറി സംവിധാനവും ഇവിടെ ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്നു. സിനിമാ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ അടക്കമുള്ള നിരവധി പ്രതിഭകളെ സമൂഹത്തിന് സമ്മാനിക്കാൻ ഈ വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങൾ മാത്രം സൂക്ഷിക്കുന്ന ഇടമല്ല, അറിവും ചിന്തയും സംസ്കാരവും തലമുറകളിലേക്ക് പകരുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാണ് ഇന്ന് വാഗ്ഭടാനന്ദ ഗുരുദേവ സ്മാരക വായനശാല. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നമസ്കാരം. AG ഗോൾഡ് വിഷു അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ സ്വർണ്ണ പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്. ഓരോ 50,000 രൂപ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവനിൽ കൂടുതൽ കൽക്കത്ത, ആന്റിക്, ചെട്ടിനാട് നഗാസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ട്. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോഴും
ഈ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അക്ഷയ തൃതീയയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ പർച്ചേസും AJ ഗോൾഡിൽ നിന്നാവട്ടെ.